ഒഡീഷയിൽ കള്ളത്തരങ്ങൾ പറഞ്ഞുവിട്ട് പാണ്ഡ്യരെ മുഖ്യമന്ത്രിയാക്കാനാണ് നവീൻ പട്നായിക്കിൻ്റെ തീവ്രശ്രമം. നവീൻ പട്നായിക്ക് രോഗശയ്യയിലാണ്, അദ്ദേഹത്തിന് ഇനി അധിക നാൾ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിനെ ഒരു തീവ്ര രോഗിയാക്കി ചിത്രീകരിക്കുന്നതിൽ BJP താൽക്കാലികമായി വിജയിച്ചതുകൊണ്ടാണ് നിയമസഭയിൽ ഒഡീഷയിൽ BJPക്ക് കേവല ഭൂരിപക്ഷം ലഭിച്ചത്. 78 സീറ്റുകൾ BJPക്ക് ലഭിച്ചപ്പോൾ 24 കൊല്ലമായി അധികാരത്തിലിരുന്ന നവീൻ പട്നായിക്കിൻ്റെ BJDക്ക്, അതായത് ബിജു ജനതാദളിന് 51 സീറ്റിലേക്ക് ഒതുങ്ങേണ്ടി വന്നു. ഇന്റർനാഷണൽ കോൺഗ്രസിനും നിയമസഭയിൽ കാര്യമായ പ്രാതിനിധ്യമുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. 14 നിയമസഭാ സീറ്റുകളിൽ അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞു. പ്രതിപക്ഷത്ത് നവീൻ പട്നായിക്കിനോടൊപ്പം തന്നെ നിലയുറപ്പിച്ച് നിൽക്കുകയാണ് ഈ 14 MLA-മാരും. അവർ അചഞ്ചലമായി തന്നെ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു: നവീൻ ബാബു, നിങ്ങൾ നയിക്കൂ, ഞങ്ങൾ ഉറപ്പായും അങ്ങയുടെ ഒപ്പം തന്നെ ഉണ്ട്. നിങ്ങൾ ഏത് പ്രക്ഷോഭത്തിലും കെടാതെ തീമഴയായി ശക്തമായി BJPക്കെതിരെ ശക്തി ദുർഗമായി നിങ്ങൾ ആഞ്ഞടിക്കണം. നിങ്ങളുടെ പ്രതിപക്ഷ പോരാട്ടം വീര്യം എന്താണെന്ന് കാണിച്ചു കൊടുക്കണം. നിങ്ങളെ തളർരോഗിയാക്കാനും നിങ്ങളെ വലിയ രീതിയിൽ നിങ്ങളെ രോഗശയ്യയിലാക്കാൻ വേണ്ടി തീവ്രമായി അവർ പറഞ്ഞു പ്രചരിപ്പിച്ചെങ്കിൽ അതിനുള്ള മറുപടി കൂടിയായിരിക്കണം. ഇതിനിടയിൽ ഒരു പ്രത്യേക സംഭവം കൂടി ഉണ്ടാകുകയാണ്. ഇതിൽ 15ഓളം വരുന്ന BJPയിലെ MLA-മാർ, അതായത് ഭരണകക്ഷി MLA-മാർ, അവർ BJDയിലേക്ക് പോകാൻ വേണ്ടി രാജിവെക്കാനുള്ള സാധ്യത അറിയിക്കാൻ തുടങ്ങുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അങ്ങനെ വന്നാൽ, രാജിവെക്കുന്ന രാഷ്ട്രീയം വന്നാൽ ഉപതെരഞ്ഞെടുപ്പുണ്ടാകും. അത് ഒഡീഷയുടെ ചരിത്രം തന്നെ മാറ്റിമറിക്കും. ആ ഒരു രീതിയിലേക്ക് നവീൻ ബാബു നീങ്ങും എന്ന പ്രത്യാശയിൽ തന്നെയാണ് BJD അംഗങ്ങൾ ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്നത്. നവീൻ പട്നായിക്കിനെ സംബന്ധിച്ചിടത്തോളം ഒഡീഷയിൽ അധികാരം തിരിച്ചു പിടിക്കുക അദ്ദേഹത്തിന് വലിയ ദുഷ്കരമായ കാര്യമല്ല, അദ്ദേഹത്തിന് എളുപ്പത്തിൽ കഴിയുന്ന ഒരു കാര്യമാണ്. 24 കൊല്ലം ഒഡീഷയുടെ ഭരണചക്രം തിരിച്ച ഒരു വ്യക്തിക്ക് അത് അനായാസം സാധിക്കുമെന്ന് ഇന്നലെ തട്ടിക്കൂട്ടി സർക്കാർ ഉണ്ടാക്കിയ BJPക്ക് നന്നായി അറിയാം. BJPയുടെ രാഷ്ട്രീയ പോരാട്ടങ്ങളെ എല്ലാം കെട്ടുകെട്ടിക്കുന്ന നവീൻ പട്നായിക്കിൻ്റെ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് ഒരു രീതിയിലും മറുപടി പറയാൻ ചിലപ്പോൾ BJPക്ക് കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ടാണ് ഈ ഇടയ്ക്ക് ജഗന്നാഥ രഥയാത്ര ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ നവീൻ പട്നായിക്കിനെ വാരിക്കോരി പുണർന്നുകൊണ്ട് പല BJP നേതാക്കളും കേന്ദ്രമന്ത്രിമാരുമൊക്കെ അദ്ദേഹത്തിന് വലിയ രീതിയിൽ ഹസ്തദാനം ചെയ്യുന്നത്. അദ്ദേഹം വലിയ നേതാവായതുകൊണ്ടോ അദ്ദേഹത്തിനോടുള്ള ആദരവ് കൊണ്ടല്ല, നിങ്ങൾ ഞങ്ങളുടെ മന്ത്രിസഭയെ ദയവ് ഇത് തള്ളിയിടരുതേ, ഞങ്ങൾ ഭരിച്ചോട്ടെ എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് അതിലുടനീളം ഭവിച്ചിരിക്കുന്നതെന്നുള്ളത് വ്യക്തം. നവീൻ പട്നായിക്ക് ഒരുമ്പിട്ടിറങ്ങിക്കഴിഞ്ഞാൽ BJP ചോർന്നൊലിച്ചു പോകും ഒഡീഷയിൽ എന്നുള്ളത് വ്യക്തം. 20 MPമാരെ നവീൻ പട്നായിക്കിനെ തോൽപ്പിച്ചുകൊണ്ട് ജയിച്ചു എന്ന ഗർവ് BJP കാണിക്കുകയാണെങ്കിൽ അത് അവരുടെ അവസാനമായിരിക്കും ഒഡീഷയിൽ എന്ന് വ്യക്തമായി എഴുതി വെച്ചോളൂ എന്നാണ് നവീൻ ബാബു മാധ്യമങ്ങളോട് വിളിച്ചോതുന്നത്. പട്നായിക്കിന് ഇനിയും ഒരു ഊഴം ഉണ്ടെന്നും ഒരു അംഗത്തിന് ബാല്യമുണ്ടെന്നും തെളിയിക്കാൻ അധികം താമസമൊന്നും വേണ്ടിവരില്ല.